ഇന്നേ ഒരു അടിപൊളി പനീർ ഫ്രൈ മസാല ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 200 ഗ്രാം പനീർ ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. ഇത് വെജിറ്റേറിയൻ ആൾക്കാരുടെ ചിക്കൻ കറി എന്ന് വേണമെങ്കിലും പറയാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പനീറെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇച്ചിരി നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഞാനൊന്ന് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പനീറെല്ലാം ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഇടാം. ഒരു അഞ്ച് മിനിറ്റ് വേണ്ട, ഒരു 3 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ഈ പനീറെല്ലാം നല്ല ഫ്രൈ ആയി കിട്ടും. ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ തിരിച്ച് ഒന്നുകൂടെ മറു സൈഡും കൂടെ ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്, അടുത്ത സൈഡും കൂടെ ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഒരുപാട് കരിഞ്ഞു പോകണ്ട, ഈ ഒരു ചെറിയ ഒരു ബ്രൗൺ നിറം വരുമ്പോൾ തന്നെ നമുക്ക് അത് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ കൂടുതൽ സമയം നമ്മൾ ഗ്യാസിൽ ഇടേണ്ട ആവശ്യമില്ല. ഇതാ കണ്ടോ, ഏകദേശമൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നല്ല ഫ്രൈ ആകാൻ ഇങ്ങനെ കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇനി ഒരു കാര്യം ചെയ്യാം, ഈ നമ്മൾ വെച്ചിരുന്ന പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് ഒരല്പം കടുകും, പിന്നെ പട്ടയുണ്ടെങ്കിൽ ഒരല്പം പട്ട, അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മതി. ഞാൻ 2-3 പട്ട ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. അതാകുമ്പോൾ നല്ലൊരു മണം കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇച്ചിരി കറിവേപ്പില ഒന്ന് ചെറുതായിട്ടൊന്ന് നുറുക്കിയിടാം. കാരണം കറിവേപ്പില നമ്മൾ എടുത്ത് കളയുമല്ലേ ചെയ്യേണ്ട, എടുത്ത് കളയേണ്ട ആവശ്യമില്ല. എപ്പോഴും കറിവേപ്പില നമ്മുടെ ശരീരത്തിൽ പോകുന്നത് നല്ലതാണ്. അതുകൊണ്ട് കറിവേപ്പില ഇച്ചിരി ഒന്ന് നുറുക്കിയിട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിൽ നിന്നും ചെറുതായിട്ട് വേണമെങ്കിലും നുറുക്കിയിടാം. ഞാനൊന്നിങ്ങനെ മുറിച്ചിട്ടേക്കുവാണ്. എന്നിട്ട് ഞാൻ 2 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇച്ചിരി ഇഞ്ചി, ഇച്ചിരി വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, ഇത്രയാണ് ഇതിന് ആവശ്യം. പിന്നെ ഒരു തക്കാളിയും കൂടെ വേണം, അത് ഇപ്പോൾ വേണ്ട. ഇനി ചെയ്യേണ്ട എന്തെന്ന് പറഞ്ഞാൽ, ഈ സവാള നമ്മൾ അരിയുമ്പോൾ കുഞ്ഞായിട്ട്, മാക്സിമം കുഞ്ഞായിട്ട് അരിയാൻ നോക്കണം. അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം, ഇച്ചിരി ഒരു ബ്രൗൺ നിറം ആയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇതിലോട്ട് ഒന്ന് തട്ടാം. കുഞ്ഞായിട്ട്, മാക്സിമം കുഞ്ഞായിട്ട് അരിയുക, എങ്കിലാണ് കൂടുതൽ ഗ്രേവി, നല്ല കൊഴുപ്പുള്ള ഗ്രേവി കിട്ടുന്നത്. ഈ സവാളയുടെ കൂടെ ഒരല്പം ഉപ്പ് കൂടെ ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഇതൊന്ന് ബ്രൗൺ നിറം ആവുന്നത് വരെ ഒന്ന് ഗ്യാസിൽ കിടക്കട്ടെ. എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് ഫ്രൈ ഇതായിക്കോളും. ബ്രൗൺ നിറം ആവുന്നത് വരെ ഒന്ന് നമുക്ക് നിൽക്കാം. ഏകദേശമൊക്കെ ബ്രൗൺ നിറം ആയിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടെ വേണം, ഇച്ചിരി കൂടെ ഒന്ന് ബ്രൗൺ നിറമാവട്ടെ. ഇതാണ്ടോ, തീ ഈ സമയമൊക്കെ ഒരുപാട് കൂട്ടി വയ്ക്കേണ്ട, ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇനി നമുക്ക് ഇതിൽ ചേർക്കേണ്ട ഒരു മസാല കൂട്ടെടുക്കാം. ഇച്ചിരി മല്ലിപ്പൊടി, ഇച്ചിരി മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, ഗരം മസാല, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. മഞ്ഞൾപ്പൊടി കുറച്ചു മതി. ഇതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ആയി വന്ന, അതായത് ബ്രൗൺ നിറമായി വന്ന സവാളയിലോട്ട് ഒന്ന് തട്ടാം. ഇത് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതാണ്ടോ, ഈ ഒരു 2 മിനിറ്റ് കൂടെ കിടന്നു കഴിഞ്ഞാൽ ഇത് നല്ലവണ്ണം ഫ്രൈ ആയി കിട്ടും. ഇത് മതി. ഇതിൽ നമുക്ക് ഈ മസാലക്കൂട്ടെല്ലാം കൂടെ ഒന്ന് തട്ടിയിട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കാം. ഇതാണ്ടോ, ഇതൊന്ന് പച്ചമണം മാറുന്ന ഒരു 2 മിനിറ്റ് ഒന്ന് വറുത്ത് കൊടുക്കാം. അപ്പോൾ ഇത് സവാളയിൽ എല്ലാം നല്ലവണ്ണം ഇത് മിക്സാവും. നല്ല മിക്സ് ആവണം, എല്ലാത്തിലും നല്ല മിക്സ് ആയതിന് ശേഷം നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. കണ്ടോ, ഈ രീതിയിൽ വേണം നമുക്ക് നല്ല ഫ്രൈ ആയിരിക്കുന്നത്. കണ്ടോ, ഇനി എടുക്കേണ്ട എന്തെന്ന് പറഞ്ഞാൽ ഒരു തക്കാളി, ഇത് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞിട്ട് ഒരു മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് നമുക്കതിൻ്റെ ജ്യൂസാക്കി എടുക്കാം. ഇതാണ്ടോ, ഈ രീതിയിൽ. ഇത് ഇത്തിരി തിക്കായിട്ടുണ്ട്, കുറച്ചുകൂടെ വെള്ളം കൂടെ വേണമെങ്കിൽ ചേർത്ത് നമുക്ക് ജ്യൂസാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വച്ചേക്കുന്ന സവാളയിലും ഇതിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതാണ്ടോ, ഇതും ഇനി പച്ചമണം, ഈ തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഗ്യാസിലൊന്ന് കിടക്കട്ടെ. ഈ സമയമൊക്കെ തീ കുറച്ച് വെച്ചാൽ മതി, ഒരുപാട് കൂട്ടണ്ട, എങ്കിൽ കരിഞ്ഞു പോകും, പെട്ടെന്ന് വറ്റിപ്പോവും. അത് വേകാനൊക്കെ ഉള്ള സമയം വേണം. തക്കാളിയുടെ ജ്യൂസ് നല്ലവണ്ണം ഒന്ന് കണ്ടോ, തിക്കായി വരുന്നത് കണ്ടോ, തിക്കായി വന്നിട്ടുണ്ട്. മതി, ഇനി ഇത് കൂടുതൽ ഒന്നും വേണ്ട, ഇത്രയും മതി. നല്ലവണ്ണം തിക്കായി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി ഒരല്പം ഗ്രേവിക്ക് വേണമെങ്കിൽ ഒരല്പം ചൂടുവെള്ളം ഒഴിക്കാം. ചൂടുവെള്ളം എപ്പോഴും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം തിളപ്പിച്ച് തന്നെ ഒഴിക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ അതിനൊരു പച്ച ചുവ വരും.
ചൂടുവെള്ളമാണ്, തിളപ്പിച്ച വെള്ളമാണ് 1 ഗ്ലാസ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് ഗ്രേവി നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതനുസരിച്ച് വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ്സേ ചേർത്തിട്ടുള്ളൂ. എനിക്കിത് ചോറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വയ്ക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി കട്ടിക്ക് ഞാൻ വയ്ക്കാമെന്ന് വിചാരിച്ചതാണ്. കാപ്പിക്ക് വേണമെങ്കിൽ എടുക്കാം. ഇതിപ്പോൾ ഞാൻ ചോറിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. കാപ്പിക്കും ഇത് തന്നെയാണ്, ഇതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. കാപ്പി ഉണ്ടാക്കുന്നതിന് ഇതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. നല്ല വെള്ളം ഒന്ന് തിളക്കട്ടെ. വെള്ളം ഒഴിച്ചിട്ട് ഇത് തിളയ്ക്കുന്നത് സവോള എല്ലാം നല്ല വെന്ത് ഗ്രേവി ആകുന്നതിന് വേണ്ടി, നല്ല കൊഴുകൊഴുത്ത ഗ്രേവി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വച്ചിരുന്ന പനീർ ഇതിലോട്ടൊന്ന് ഇടുവാണ്. ഇതാണ്ടോ ഈ സമയമെല്ലാം ഇനി തീ നല്ലവണ്ണം കുറച്ച് വയ്ക്കണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗ്യാസിൻ്റെ തീ കൂട്ടുക കുറയ്ക്കുക എന്നുള്ളതാണ്. കൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കരിഞ്ഞ് അതിലൊരു ചുവ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും ഈ കറി കൊള്ളത്തില്ല. നല്ലവണ്ണം തിക്കായിട്ടുണ്ട്. ഇതാണ്ടോ ഇതുപോലെ. ഇതിനി ഒരു സാധനം കൂടെ നമുക്ക് ചേർക്കാനുണ്ട്, ഇച്ചിരി തേങ്ങാപ്പാലല്ല എന്നുണ്ടെങ്കിൽ നട്ട്സ് 10-12 നട്ട്സ് അടിച്ചിട്ട് ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത് ഒന്ന് അടിച്ചിട്ട് എടുത്താലും അത് കുറച്ചുകൂടെ ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ നല്ല ഒരു മുറി തേങ്ങ പിഴിഞ്ഞ് നല്ല കട്ടിക്ക് പാലെടുത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടെ ഒന്ന് നല്ലവണ്ണം തിളച്ച് വരട്ടെ. ഈ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. തേങ്ങാപ്പാൽ നട്ട്സ് അരച്ചൊഴിച്ചാലും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചില്ലെങ്കിലും നമുക്ക് ഇത് മാറ്റി വയ്ക്കാം, കുഴപ്പമില്ല. ഓപ്ഷനിലാണ് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ഇച്ചിരി നല്ല ഗ്രേവി കിട്ടും. ഇനി മല്ലിയില കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇച്ചിരി മല്ലിയിലയും കൂടെ എടുത്തിട്ടുണ്ട്. അതുകൂടെ അതിലോട്ടൊന്ന് തട്ടാം. ഏകദേശം കറി റെഡി ആയിട്ടുണ്ട്. ഇതാണ്ടോ നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ നമ്മൾ ഈ കറി വയ്ക്കുമ്പോൾ മീനൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചോറ് കഴിക്കാനായിട്ട് ഈ പനീർ കറി മാത്രം മതി. മീനിൻ്റെ കാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. വെജിറ്റേറിയൻകാർക്ക് മീനില്ല, ചിക്കൻ ഇല്ല എന്നുള്ളൊരു വിഷമം വേണ്ട. ഈ ഒരു കറി വെച്ചാൽ മതി, നമ്മുടെ ഊണ് നല്ല കുശാലായിരിക്കും. ഇതാണ്ടോ അടിപൊളിയായിട്ട് പനീർ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഈ രീതിയിൽ തന്നെ ഒന്ന് വച്ച് നോക്കണം. വച്ച് നോക്കിയിട്ട് കമൻ്റ് ഒന്ന് അറിയിക്കുക ദയവായി. കണ്ടോ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ചോറിനോ ചപ്പാത്തിക്കോ പൂരിക്കോ എന്തിനു വേണമെങ്കിലും, പ്രത്യേകിച്ചും വെജിറ്റേറിയൻകാർക്ക് ഇതൊരു അടിപൊളി കറിയാണ്. എല്ലാ പോഷക ഗുണങ്ങളും ഉള്ളതാണ് പനീറിൽ. അറിയാലോ, ഒന്നും പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കണം. ഇനി ഉപ്പൊക്കെ നിങ്ങൾ കണക്കിന് നോക്കിക്കൊള്ളണം. വേണം എന്നുള്ളവർക്ക് ഉപ്പ് കൂട്ടാം കുറയ്ക്കാം, അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ. അതുപോലെ തന്നെ ഗ്രേവിയും വേണമെങ്കിൽ കൂടുതലെടുക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ.